2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതി, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതെ, നമുക്ക് ജീവൻ നൽകിയ, നമ്മുടെ ജീവിതം ധന്യമാക്കിയ, നമ്മിൽ നിന്നും വിടവാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് പിരിഞ്ഞിട്ടില്ല. അല്പകാലത്തേക്ക് നമ്മിൽ നിന്നും മറഞ്ഞിരിക്കുന്നുവെന്നേ ഉള്ളൂ. മൃത്യുവിൻ താഴ്വര കടന്ന് ആ നിത്യശോഭയിലെത്തിയ നമ്മുടെ സ്നേഹധനരെ, വാത്സല്യനിധികളെ സ്നേഹാദരവുകളോടെ, തിങ്ങിവിങ്ങുന്ന വികാരവായ്പകളോടെ ഒരു നിമിഷം ചേർത്തണയ്ക്കാം. അനന്തമായ അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ വിതുമ്പലോടെ നമ്രശിരസ്കരാകാം. 5 തലമുറകളുടെ നെടുനായകൻ, നമ്മുടെ എല്ലാം അപ്പച്ചൻ, വല്യപ്പച്ചൻ, വല്യപ്പച്ചൻ ഈശോ മത്തായി ഇന്നേക്ക് 138 വർഷങ്ങൾക്ക് മുമ്പ് 1886 പമ്പയാറിൻ്റെ തലോടലേറ്റ് കിടക്കുന്ന ആറന്മുളയിൽ ജനിച്ചു. 1917 31-ാം വയസ്സിൽ പുതിയ മേച്ചിൽപ്പുറം തേടി ഉദിമൂട്ടിലെത്തി. പ്രകൃതിയുടെ പ്രാഗ്രൂപവുമായി മല്ലടിക്കുമ്പോഴും മൃദുലമായ വ്യക്തിത്വം പുലർത്തിയ അപൂർവതയുടെ ഉടമ. സ്നേഹം, സന്തോഷം, കരുതൽ, കാരുണ്യം, ദൈവഭയം ഇവയുടെ എല്ലാം ബഹിർസ്ഫുരണമായ മന്ദസ്മിതം സദാ പ്രകാശമയമാക്കിയ ഐശ്വര്യം തുളുമ്പുന്ന മുഖകാന്തി, ശാന്തതയും സമാധാനവും സാവധാനതയും പ്രതിപക്ഷ ബഹുമാനവും ഒരു പ്രദേശത്തിൻ്റെ തന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരാൻ കാരണക്കാരൻ. ശാസിക്കുമ്പോഴും ശാന്തത കൈവിടാത്ത ആ ധന്യാത്മാവ് 82-ാമത്തെ വയസ്സിൽ 1968 കാലയവനികയ്ക്കു പിൻപിൽ തിരോഭൂതനായി. അപ്പച്ചൻ്റെ ധന്യമായ സ്മരണ കിടാവിളക്കായി എന്നെന്നും നമ്മളെ നയിക്കട്ടെ. 5 തലമുറകളുടെ വലിയ മാതാവ്, നമ്മുടെ അമ്മച്ചി, വല്യമ്മച്ചി, വല്യമ്മച്ചി ശോശാമ്മ മത്തായി 134 വർഷങ്ങൾക്ക് മുമ്പ് 1890 പ്രകൃതി രമണീയമായ പരിയാരം പ്രദേശത്ത് ജനിച്ചു. വല്യപ്പച്ചനുമായുള്ള വിവാഹത്തിനു ശേഷം 1917 കുടുംബമായി ഉദിമൂട്ടിൽ താമസം ഉറപ്പിച്ചു. കാടും മേടും കാട്ടുജന്തുക്കളും കാനനവാസികളും അമ്മച്ചിയുടെ അസാധാരണമായ വ്യക്തിത്വത്തിനു മുമ്പിൽ അനായാസം മെരുങ്ങി നിന്നു. തീരുമാനങ്ങളിലെ കാർക്കശ്യം, അലസതയോടുള്ള അസഹിഷ്ണുത, ശിക്ഷണത്തിലെ വിട്ടുവീഴ്ചയില്ലായ്മ ഇവയ്ക്ക് മുമ്പിൽ നേരെ നിൽക്കാൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും മറ്റാർക്കുമേ ചങ്കുറപ്പില്ലായിരുന്നു. മൂത്ത മകൻ ജോർജ് കുട്ടി ഉദിമൂട്ടിൽ കുടുംബത്ത് ചെന്നിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ കുണ്ഠിതപ്പെട്ട് ആഹാരം കഴിക്കാതെ മടങ്ങിപ്പോകാനങ്ങ് റോഡിലേക്ക് കയറുമ്പോൾ ജോർജ് കുട്ടി എന്നുള്ള അമ്മച്ചിയുടെ ഇരുത്തം വെച്ച ഒരു വിളിയിൽ ഒരു കുഞ്ഞാട് പോലെ തല താഴ്ത്തി മടങ്ങി വന്ന് അമ്മച്ചി വിളമ്പിക്കൊടുക്കുന്ന ആഹാരം കഴിച്ചിട്ട് പോകുന്നത് പോലെ ഉള്ള രംഗങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അടിയുറച്ച ദൈവവിശ്വാസി, നിധി പോലെ കാത്തു സൂക്ഷിച്ച അമ്മച്ചിയുടെ പഴയ ബൈബിൾ കൗതുകത്തോടെ കൊച്ചുമക്കൾ മറിച്ച് നോക്കാറുണ്ടായിരുന്നു. 1979 89-ാമത്തെ വയസ്സിൽ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ജീവിത മൂല്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ തലമുറകളെ പഠിപ്പിച്ച ധന്യാത്മാവേ, പ്രിയപ്പെട്ട അമ്മച്ചി, ഞങ്ങളുടെ നിത്യസ്വാധീനമേ, വിട. KM ജോർജ് കുട്ടി
തലച്ചെറിയ അപ്പച്ചൻ അച്ചായൻ, വല്യപ്പച്ചൻ്റെ മൂത്ത മകൻ, അധ്യാപകൻ, സഭാസ്നേഹി, ആത്മായ നേതാവ്, നാട്ടുകാരുടെ ബഹുമാന്യനായ ജോർജ് സാർ 1915 ജനിച്ചു. 1944 ഉദിമൂട്ടിൽ നിന്ന് കുംബ്ലാമ്പയ്യയിലേക്ക് കുടുംബസമേതം കൂടുമാറി. 7 ആൺമക്കളുടെ പിതാവ്. മാതാവിൽ നിന്ന് കിട്ടിയ കർക്കശമായ ശിക്ഷണബോധത്തിൽ തൻ്റെ മക്കളെയും വളർത്തി. 1959 44-ാമത്തെ വയസ്സിൽ നിത്യതയിൽ പ്രവേശിച്ചു. വളരെ ഹ്രസ്വമായ ആയുസ്സെങ്കിലും അതിനുള്ളിൽ തലമുറകൾക്ക് പകർന്നു നൽകിയ ഈടുറ്റ മാനുഷിക മൂല്യങ്ങളും ദൈവഭയവും വിജ്ഞാനദാഹവും അപ്പാടെ ആവാഹിച്ചുകൊണ്ട് തൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ എന്നിവരിൽ കൂടി അച്ചായൻ ഇന്നും ജീവിക്കുന്നു. ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള അനേകം സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കാം അകാലത്തിൽ അച്ചായൻ വിട പറഞ്ഞതെങ്കിലും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ മക്കളായ ഞങ്ങൾ ഇന്നും പ്രതിജ്ഞാബദ്ധരാണ്. ആ പ്രതിജ്ഞയാണ് ഞങ്ങളുടെ പ്രയാണത്തിലെ ഇന്ധനവും. കുഞ്ഞമ്മ ജോർജ്, തലച്ചിറയ അമ്മ, അമ്മ, അമ്മച്ചി, വല്യമ്മച്ചി. ജീവിതായോധനത്തിൽ ഒരു നിമിഷം പോലും തളർന്നു പോകാതെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് 1 നൂറ്റാണ്ടോളം പ്രശോഭിച്ച മാതൃകാ സ്ത്രീരത്നം. 1920 കുഴിക്കാലയിൽ ജനിച്ചു. അച്ചായനുമായുള്ള വിവാഹത്തിനു ശേഷം 1944 കുംബ്ലാമ്പയ്യയിൽ താമസം ആരംഭിച്ചു. 7 ആൺമക്കളെ അച്ചായനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അമ്മയ്ക്ക് വയസ്സ് 39. ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ അധ്യാപിക, സേവികാ സംഘം സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് നിലകളിൽ സേവനം. 1989 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. DC കിഴക്കേമുറി, വനിതാ ബോധിനി, മലയാള മനോരമ എന്നിവർ വാഴ്ത്തിയ വ്യക്തിവിശേഷം. മക്കൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം അങ്ങേയറ്റം അനുവദിച്ചപ്പോഴും ജീവിത മൂല്യങ്ങൾക്ക്, സത്യസന്ധതയ്ക്ക്, നേർനടപ്പിന്, അച്ചടക്കത്തിന്, നീതിബോധത്തിന്, ദൈവാശ്രയത്തിന് അണുവിട വിട്ടുവീഴ്ച അനുവദിച്ചിരുന്നില്ലാത്ത അമ്മ. മക്കൾ ഉപയോഗിക്കേണ്ട ഭാഷയ്ക്ക് പോലും നിഷ്കർഷ ഏർപ്പെടുത്തിയിരുന്ന കാർക്കശ്യം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലാത്ത ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും പ്രായോഗികതയുടെയും ആത്മധൈര്യത്തിൻ്റെയും ആൾരൂപമായിരുന്ന ഈ അപൂർവ വ്യക്തിത്വം 2017 97-ാമത്തെ വയസ്സിൽ നിത്യതയിൽ പ്രവേശിച്ചു. കാലദേശങ്ങൾക്ക് മങ്ങലേൽപ്പിക്കാൻ കഴിയാത്ത ഉജ്ജ്വല പ്രതിഭാസമേ ഞങ്ങളെ തുടർന്നും നയിച്ചാലും. KM ഏബ്രഹാം, ബേബിച്ചായൻ, വലിയ ഉപ്പാപ്പൻ, അപ്പച്ചൻ, വല്യപ്പച്ചൻ്റെ 2ാമത്തെ മകൻ. ഹൃദയ നൈർമല്യത്തിൻ്റെയും വ്യക്തിവിശുദ്ധിയുടെയും സ്നേഹവായ്പിൻ്റെയും ആൾരൂപമായിരുന്ന ഉപ്പാപ്പൻ 1918 ഉദിമൂട്ടിൽ ജനിച്ചു. സ്കൂൾ പഠനം കഴിഞ്ഞ് മലയാള ഭാഷയിൽ ശാസ്ത്രീയ പദവി ലഭിച്ചെങ്കിലും അധ്യാപനത്തിന് പോകാതെ പൈതൃകമായ കാർഷിക വൃത്തിയിൽ ഉറച്ചു നിന്ന ധീരൻ. ഒരു പ്രദേശത്തെ ഏറ്റവും നല്ല മനുഷ്യനെന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുവാൻ സർവാത്മന യോഗ്യനായിരുന്ന അതിശ്രേഷ്ഠൻ. കൂടപ്പിറപ്പുകൾ തൻ്റെ ഒരു ദൗർബല്യം
ആയിരുന്ന സ്നേഹധനൻ, കുടുംബ ബന്ധങ്ങളെ ഉറപ്പിച്ചു നിർത്തിയ അത്താണി, കുടുംബമെന്ന സംഗമ സ്ഥാനത്തേക്ക് നമ്മയെല്ലാം ഹഠാതാകർഷിച്ചിരുന്ന കാന്തശക്തി, ആധുനികതയുടെ അത്യാവേശമോ അത്യാഗ്രഹങ്ങളോ അശേഷം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മഹാൻ, ഒരു സൈക്കിൾ പോലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത കാൽനടക്കാരൻ, ഒലിവുമല കൺവെൻഷന്റെ നെടും തൂണ്, സഭയും സമൂഹവും തൻ്റെ ജീവാത്മാവാക്കിയിരുന്ന സ്വയ പരിത്യാഗി, അഗ്നിമേഘ തൂണുകളുടെ സംരക്ഷണയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മെ ഓരോ തവണയും പ്രാർത്ഥിച്ചയക്കുന്ന പരിശുദ്ധൻ. ഉപ്പാപ്പ, അങ്ങയുടെ ഹൃദ്യമായ ആലിംഗനത്തിൻ്റെ നറുമണം ആസ്വദിക്കുന്നത് ഞങ്ങൾക്കൊരു ഹരമായിരുന്നു. അതിൻ്റെ ഊഷ്മളത അനുഭവിക്കുന്നത് ജീവിതത്തിലെ അപൂർവമായ ഭാഗ്യമായിരുന്നു. 2004 മാർച്ച് 16 86-ാമത്തെ വയസ്സിൽ അങ്ങ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞതോടുകൂടി ആ ഭാഗ്യം ഞങ്ങൾക്കില്ലാതായി. ഇങ്ങനെയൊരു ഭാഗ്യജന്മം ഭൂമിയിൽ ഇനി എന്നുണ്ടാകും ആവോ? അച്ചാമ്മ ഏബ്രഹാം, ബേബി, ഉദിമൂട്ടിലെ കൊച്ചമ്മ, അമ്മ, അമ്മച്ചി. ഒരു കൂട്ടുകുടുംബത്തിൻ്റെ പ്രൗഢിയും വ്യാപ്തിയും നിറഞ്ഞു നിന്ന ഉദിമൂട്ടിലെ വലിയ വീട്ടിൽ ശാന്തയായി, സൗമ്യയായി, പലപ്പോഴും നിശബ്ദയായി, ത്യാഗ നിർഭരമായ ജീവിതം കുടുംബത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച സർവരുടെയും സ്നേഹനിധിയായ കൊച്ചമ്മ 1924 വൈക്കത്ത് ജനിച്ചു. ഏറ്റവും ഹൃദ്യമായ നിഷ്കളങ്കമായ കുശലാന്വേഷണങ്ങൾ നമ്മെ കൊച്ചമ്മയോട് ഏറ്റവും അടുപ്പിച്ചു. സമയഭേദമില്ലാതെ ഉദിമൂട്ടിലേക്ക് ഓടിച്ചെല്ലുവാൻ കൊച്ചമ്മയുടെ സ്നേഹവായ്പ ഒരു പ്രധാന കാരണമായിരുന്നു. അതിഥി സൽക്കാരത്തിൽ അഗ്രഗണ്യ, തൻ്റെ മക്കളെ പോലെ, ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയെന്ന് തോന്നുന്ന വിധത്തിൽ നമ്മയെല്ലാം സ്നേഹിച്ച പ്രിയപ്പെട്ട കൊച്ചമ്മ തൻ്റെ 87-ാമത്തെ വയസ്സിൽ 2011 ശാന്തയായി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ നിസ്വാർത്ഥമതിയുടെ ത്യാഗത്തിന് ദൈവം നൽകിയ വരദാനമാണല്ലോ മകനും മരുമകനും കൊച്ചുമകനുമായി മാർത്തോമാ സഭയ്ക്ക് ലഭിച്ച പ്രഗത്ഭരായ 3 പട്ടക്കാർ. ജീവിതത്തിൽ ഒന്നും യാദർച്ഛികമല്ല എന്ന് കൊച്ചമ്മയുടെ സ്മരണ നമ്മെ വിളിച്ചോതുന്നു. പി സാമുവൽ, തോന്നിയാമല മാവൻ, അച്ചായൻ അപ്പച്ചൻ, മനസ്സുകളിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച പല അപൂർവതകളുടെയും ഉടമ 1924 ജനിച്ചു. സർവ്വത പ്രസന്നത നിറഞ്ഞ മുഖ തേജസ്, മാവന്റെ മാത്രം പ്രത്യേകമായ ശരീര ചലനങ്ങളോടുകൂടിയ നർമ്മത്തിൽ പൊതിഞ്ഞ സരസമായ സംഭാഷണം. പ്രായഭേദമന്യേ എല്ലാവരും മാവന്റെ സാന്നിധ്യം കൊതിച്ചിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകൾ, നിരീക്ഷണ പാടവം, ഓർമ്മശക്തി, സൗമ്യത, ഹൃദയം തുളുമ്പുന്ന സ്നേഹാദരവുകൾ, ഇവയെല്ലാം കൊണ്ട് വേറിട്ടു നിന്ന വ്യക്തിത്വം. മാരകമായ രോഗം ഗ്രസിച്ചിരിക്കുന്നുവെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയപ്പോഴും ആ രോഗം തൻ്റെ കവിളിൽ ആഴമായ ആഘാതമേൽപ്പിച്ചപ്പോഴും അശേഷം പതറാതെ ദൈവത്തിൻ്റെ സൗഖ്യമാക്കാനുള്ള ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് രോഗത്തെ നേരിട്ട വിശ്വാസ വീരൻ. വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് മാരക രോഗം അടിയറവ് പറഞ്ഞ് മാവൻ സൗഖ്യമായപ്പോൾ അല്പവിശ്വാസികൾ അന്താളിച്ചു, പ്രിയപ്പെട്ടവർ കോരിത്തരിച്ചു. 2010 86-ാമത്തെ വയസ്സിൽ
സ്വാഭാവികമായ മരണത്തിലൂടെ നിത്യതയിലേക്ക് പ്രവേശിച്ച ഈ അസാധാരണ വ്യക്തിത്വം തലമുറകൾക്ക് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. റാഹേലമ്മ സാമുവൽ, കുഞ്ഞു റാഹേൽ, തോന്നിയാമല മാവി, അമ്മ, അമ്മച്ചി. വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും മൂന്നാമത്തെ സന്താനമായി 1926 ജനിച്ചു. സ്നേഹം മാത്രം ചാലിച്ച് ദൈവമുണ്ടാക്കിയ ഒരു സ്ത്രീരൂപം. കോപം, വിദ്വേഷം, പക എന്നീ വികാരങ്ങൾ ആ മനുഷ്യരൂപത്തിൽ ചേർക്കാൻ ദൈവം മറന്നുപോയി. നേരിൽ കണ്ടറിഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വ്യക്തി ഭൂമുഖത്ത് ജീവിച്ചിരുന്നെന്ന് ഉറപ്പാക്കാം. കൂടപ്പിറപ്പുകളെ കണ്ടാലുടൻ വാരിക്കോരി ആശ്ലേഷിക്കുന്ന മാവി, സ്നേഹത്തിൽ ചാലിച്ച് താലോലിച്ചുകൊണ്ടുള്ള സംസാരം. മാവി എന്ന പ്രതിഭാസത്തിന് മുമ്പിൽ നാം അലിഞ്ഞ് ഇല്ലാതാകും. മാവനെ പോലെ വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തി മാവിയും. അത് പക്ഷേ രോഗത്തിൻ്റെ പേരിലല്ല, ആരോഗ്യത്തിൻ്റെ പേരിൽ. വാർദ്ധക്യത്തിലും തലയിലെ ഒരു മുടി പോലും നരയ്ക്കാതെ കാർമേഘവർണ്ണമായിരുന്നതിൻ്റെ കാരണം ഒന്നേയുള്ളൂ: മാവിക്ക് നര നൽകാനും ദൈവം മറന്നു കാണും. അടിയുറച്ച ദൈവവിശ്വാസത്തിൽ ജീവിച്ച ഈ മാതൃകാ ദമ്പതികളുടെ 7 മക്കളും ദൈവ ശുശ്രൂഷ തന്നെ ജീവിത ദൗത്യമായി തിരഞ്ഞെടുത്തത് യാദർച്ഛികമല്ല. 2018 92ാമത്തെ വയസ്സിൽ നിത്യതയിലേക്ക് പറന്നകന്ന ഈ മാലാഖയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമോവാകം. ജേക്കബ് ജോൺ, രാജു ചായ, തോന്നിയാമല മാവൻ്റെയും മാവിയുടെയും മകൾ ലീലാമ്മയുടെ ജീവിത പങ്കാളി. 1945 തിരുവല്ലയ്ക്കടുത്ത് വളഞ്ഞവട്ടത്ത് ജനിച്ചു. യുവാവായിരിക്കുമ്പോൾ തന്നെ മിഷനറി പ്രവർത്തനത്തിന് തൻ്റെ ജീവിതം സമർപ്പിച്ച് ആന്ധ്രയിലേക്കും കർണാടകയിലേക്കും ഇറങ്ങിത്തിരിച്ച ധീരൻ. തൻ്റെ പ്രവർത്തന മേഖല വിജയവാഡ എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് 1979 മുതൽ പ്രവർത്തന നിരതനായ മിഷനറി വീരൻ. ഫിലദൽഫിയ AG ചർച്ച് എന്ന സഭയുടെ സ്ഥാപകൻ. 20,000-ലധികം പേർ വിജയവാഡയിൽ തന്നെ ഞായറാഴ്ച ആരാധനയ്ക്ക് 5 സമയങ്ങളിലായി ഒത്തുകൂടുന്ന ഒരു വടവൃക്ഷമായി വളർന്ന സഭ. സുവിശേഷത്തിൻ്റെ കാറ്റ് അതിശക്തമായി ആ പ്രദേശത്ത് വീശിക്കൊണ്ടിരിക്കുമ്പോൾ 2013 68ാമത്തെ വയസ്സിൽ 10,000-ങ്ങളെ കണ്ണീരിലാഴ്ത്തി ആ ഉജ്ജ്വല തേജസ് അതിൻ്റെ ഉറവിടത്തിലേക്ക് മടങ്ങിപ്പോയി. ആരെയും ഹഠാതാകർഷിക്കുന്ന നറുപുഞ്ചിരി, വിനയാന്വിതൻ, ഒരിക്കൽ കണ്ടാൽ പിന്നീട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മാസ്മരികത, ഹൃദയ പരമാർത്ഥി, കുടുംബസ്നേഹി, 10,000-ങ്ങളുടെ ഹൃദയം തൊട്ട സുവിശേഷദാഹി. വിശ്രമമില്ലാത്ത തൻ്റെ ഈ ലോക ദൗത്യം പൂർത്തീകരിച്ചിട്ട് നിത്യതയുടെ അസുലഭത ആസ്വദിക്കുകയാണ് ജേക്കബ് ജോൺ എന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജു. ധന്യമായ ആ ഓർമ്മകൾ നമുക്ക് ഊർജം പകരട്ടെ. മൂത്ത മകൻ ചാൾസ് ജേക്കബ് ആ സഭയുടെ സാരഥിയായി ഇന്ന് പ്രവർത്തിക്കുന്നു. തോന്നിയാമല ലീലാമ്മയുടെയും രാജുവിൻ്റെയും 2ാമത്തെ വത്സലപുത്രൻ. 1974 ജനിച്ചു. 1984 10ാമത്തെ വയസ്സിൽ സൃഷ്ടാവ് തിരികെ വിളിച്ചു. കുട്ടിത്തം വിട്ടുമാറുന്നതിന് മുമ്പേ, കളിചിരിയുടെ കിന്നാരകാലം തീരുന്നതിന് മുമ്പേ പുന്നാരമകൻ യാത്ര പറഞ്ഞു. നിഷ്കളങ്കതയുടെയും നിർമ്മലതയുടെയും നിറകുടമായിരുന്ന ആ കൊച്ചുമാലാഖ അകാലത്തിൽ പറന്നകന്നപ്പോൾ ഹൃദയം പൊട്ടി തകർന്നടിയാതെ സമാധാനം കണ്ടെത്താൻ
പ്രത്യാശ കൈവിടാതിരിക്കാൻ ലീലാമ്മയ്ക്കും രാജുവിനും ഒരൊറ്റ പിടിവള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം തന്നു, ദൈവം എടുത്തു. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊച്ചു സാമിൻ്റെ വേർപാട് തലമുറകളെ ആ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കാരണമായി തീരട്ടെ. സഹോദരങ്ങൾ ചാൾസ്, ഫിലിപ്പ്, ഷെർലി എന്നിവരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം. TM സാമുവൽ, ആറന്മുള മാവൻ, അച്ചായൻ, അപ്പച്ചൻ 1931 ജനിച്ചു. ചടുലവും ഊർജ്ജസ്വലവുമായ വ്യക്തിത്വം, സദാ പ്രവർത്തന നിരതൻ. കുട്ടികൾ പോലും അടുപ്പത്തോടെ ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന സഹൃദയൻ, പ്രായോഗികതയുടെ പെരുന്തച്ചൻ, ആരുടെയും ഏതാവശ്യത്തിനും ഉടനോടിയെത്തുന്ന പരോപകാരി, കുടുംബങ്ങളിലെ ചടങ്ങുകൾക്കൊക്കെ മുന്നിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും ചുമതല വഹിക്കുകയും ചെയ്യുന്ന കർമ്മോജ്വലൻ. ജീവിതസഖിയുടെ അകാല വേർപാടിനു ശേഷം 6 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിയെടുത്ത സ്നേഹധനനായ പിതാവ്, മണ്ണിന്റെ മണം പേറുന്ന അധ്വാനിയായ കർഷക സ്ത്രീ, വെള്ള ജുബാ ബ്രാൻഡ് വേഷം, അതിൽ അഭിമാനമുണ്ട് എന്ന ശരീരഭാഷ, ധീരോദാത്തമായ ആ ധന്യ ജീവിതത്തിന് 1978 47-ാമത്തെ വയസ്സിൽ തിരശ്ശീല വീണു. ജീവിതത്തിന്റെ നാനാതുറകളിൽ ഭൂഖണ്ഡങ്ങൾക്കപ്പുറവും നിസ്തുലമായ സേവന രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, ഇവരിൽ കൂടിയെല്ലാം ആറന്മുള മാവൻ എന്ന അവിസ്മരണീയ വ്യക്തിത്വം ഒരു ചെറുപുഞ്ചിരിയോടെ കാലത്തെ അതിജീവിച്ച് നമ്മുടെ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. മതിയാവോളം സ്നേഹിച്ചു തീർക്കാനും സ്നേഹിക്കപ്പെട്ടു തീർക്കാനും കാത്തു നിൽക്കാതെ ഒരു വാനമ്പാടി പോലെ ഭൂമുഖത്ത് 38 വർഷം മാത്രം ജീവിച്ച് ഉടയവന്റെ സന്നിധിയിലേക്ക് പറന്നുപോയ ഏലിയാമ്മ സാമുവൽ, ഏലിക്കുട്ടി, കൊച്ചുമാവി, ആറന്മുള മാവി, അമ്മ, അമ്മച്ചി, വല്യപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ഇളയ മകളായി 1934 ജനിച്ചു. സന്തോഷം മാത്രം തലമുറകൾക്ക് സമ്മാനിച്ച് ഞൊടിയിടയിൽ മിന്നിമറഞ്ഞ നക്ഷത്ര തേജസ്. മാവിയെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് ഇപ്പോഴും വിങ്ങൽ, വാക്കുകൾക്ക് വിതുമ്പൽ. മാരാമൺ കൺവെൻഷന് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ആറന്മുള മാവിയുടെ വീട്ടിൽ പോകാം എന്നുള്ളതായിരുന്നു. സ്നേഹത്തിൽ ചാലിച്ച് മാവി വിളമ്പുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഇന്നും നാവിൻ തുമ്പത്ത്. 6 കുരുന്ന് കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോകുന്ന അവിശ്വസനീയതയിൽ ലോകം വിറങ്ങലിച്ചു നിന്നു. 6 വർഷങ്ങൾക്ക് ശേഷം പിതാവ് കൂടി മൺമറഞ്ഞപ്പോൾ സർവം തകർന്നടിഞ്ഞെന്ന് ലോകം വിധി എഴുതി, സഹതപിച്ചു. പക്ഷേ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ കീഴിൽ ചേർക്കുന്നതുപോലെ എന്ന ഉപമയെ അച്ചട്ടായി അനർത്ഥമാക്കിക്കൊണ്ട് ദൈവം കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ കീഴിൽ പരിപാലിച്ചു. അവരെല്ലാം വലിയവരായി. അത് കണ്ട് മാവനും മാവിയും അങ്ങ് അനന്തതയിൽ ആകാശമേഘങ്ങൾക്കപ്പുറമിരുന്ന് ആനന്ദിക്കുന്നുണ്ടാവും. മാവിയെ കണ്ടിട്ടില്ലാത്തവർ മാവിയുടെ പെൺമക്കളെ കണ്ടാൽ മതി. മാവി അവരിൽ കൂടി ഇന്നും ജീവിക്കുന്നു. 1972 38-ാമത്തെ വയസ്സിൽ ഈ നന്മയുടെ നിറകുടം കനാൻ തീരം അണഞ്ഞു. അല്പകാലത്തേക്കെങ്കിലും ഈ സ്നേഹനിധിയെ ഭൂമിക്ക് നൽകിയ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. ജോർജ് ഫിലിപ്പ്,
ബാബുക്കുട്ടി. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നെഴുതി അവസാനിപ്പിച്ച ലേഖനം യുവദീപം മാസികയിൽ കൂടി വായനക്കാരുടെ കൈകളിൽ എത്തുമ്പോഴേക്കും തൻ്റെ നിത്യമായ ഉറക്കത്തിലേക്ക് ശാന്തനായി വഴുതി വീണ യുവ പ്രതിഭ, കുമ്പളാംബികയിലെ ഏറ്റവും ഇളയ മകൻ, മാതാപിതാക്കളുടെ പിഞ്ചോമന, കൂടപ്പിറപ്പുകളുടെ കളിക്കൂട്ടുകാരൻ, സഹപാഠികളുടെ സർവസമ്മതൻ, നാട്ടുകാരുടെ കണ്ണിലുണ്ണി. 1957 കുമ്പളാംബികയിൽ ജനിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിഗ്രി സമ്പാദിച്ചതിനു ശേഷം ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആകസ്മികമായ അസുഖബാധയെ തുടർന്ന് നമ്മിൽ നിന്ന് പറന്നുപോയ ബാബുക്കുട്ടി ശാന്തതയുടെ പര്യായം, പരോപകാരി, സ്വാർത്ഥത തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവൻ, യുവജനങ്ങളുടെ മാതൃക, ഹൃദയ നൈർമല്യത്തിൻ്റെ ബഹിർസ്ഫുരണമായ പൊട്ടിച്ചിരി. ആ പൊട്ടിച്ചിരിയുടെ മാസ്മരികതയിൽ മതിമറന്നു പോകാത്തവർ ചുരുങ്ങും. സൗഹാർദ്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൂത്തിരി കത്തിക്കുന്ന സാന്നിധ്യം. ചെറുപ്പത്തിലെ ചിന്തകൻ, എഴുത്തുകാരൻ. ബാബുക്കുട്ടി, നീ എന്തിന് ഇത്ര വേഗം ഞങ്ങളെ വിട്ടുപോയി? കൊതി തീരുവോളം ലാളിക്കാൻ, പൊട്ടിച്ചിരിയുടെ പെരുമഴക്കാലം കുറേ നാൾ കൂടിയെങ്കിലും ആസ്വദിക്കാൻ ഞങ്ങൾക്ക് അവസരം തരാതെ നീ എന്തേ വിട പറഞ്ഞു? നീ എന്തിന് ഞങ്ങളെ ദുഃഖത്തിൻ്റെ ആഴക്കടലിൽ ആഴ്ത്തിക്കളഞ്ഞു? 1980 23-ാമത്തെ വയസ്സിലെ നിന്റെ വേർപാട് ഞങ്ങളിൽ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഞങ്ങളാരും ഇന്നും മോചിതരല്ല. എങ്കിലും വിട. TS വർഗീസ്, ഷാജി, അച്ചാച്ചൻ. ആറന്മുള മാവൻ്റെയും മാവിയുടെയും 6 മക്കളിൽ ഏറ്റവും ഇളയ മകൻ. മാവി വിട പറയുമ്പോൾ ഷാജിക്ക് വയസ്സ് 4. ശാന്തൻ, സൗമ്യൻ, സുന്ദരൻ, സ്നേഹസമ്പന്നൻ, കുടുംബ സദസ്സുകളിലെ നിശബ്ദ സാന്നിധ്യം. ചെറുപ്പത്തിലെ ബിസിനസ് ലോകത്തേക്ക് നോട്ടമെറിഞ്ഞ ധീരൻ. ബിസിനസിന്റെ അപാരതകളിൽ അനുനിമിഷം പടികൾ ചവിട്ടിക്കയറിയ യുവാവ്. മിന്നൽ വേഗത്തിലുള്ള വിജയം കൊണ്ട് നമ്മയെല്ലാം വിസ്മയിപ്പിച്ച സമർത്ഥൻ. പൈതൃകമായി ആർജിച്ച നിഷ്കളങ്കതയും ശുദ്ധഗതിയും മൂലം ബിസിനസ് ലോകത്തിലെ ചതിക്കുഴികളും കുതികാൽ വെട്ടും നിഗൂഢതകളും മായാവലയങ്ങളും തിരിച്ചറിയാൻ കഴിയാതെ പോയ നിർദോഷി. 2011 46-ാമത്തെ വയസ്സിൽ നമ്മയെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വിട പറഞ്ഞു. സഹധർമ്മിണി ആശ, മക്കൾ ദൃശ്യ, ദിവ്യ, ഡിൻഡ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരിൽ കൂടി ഇന്നും ഷാജി ജീവിക്കുന്നു. മോളി എബ്രഹാം, മോളി കൊച്ചമ്മ, മോളി മമ്മി, അമ്മ, അമ്മച്ചി. കുമ്പളാംബികയിൽ ബേബിച്ചന്റെ പ്രിയതമ. പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ട് ഏതന്തരീക്ഷവും ആഹ്ലാദത്തിമിറുപ്പിൽ ആറാടിപ്പിക്കുന്ന അസാമാന്യ ശേഷിയുടെ ഉടമസ്ഥ. 1952 മുണ്ടക്കയത്ത് ജനിച്ചു. 7 കൂടപ്പിറപ്പുകളുടെ ഇടയിൽ വളർന്നു വന്നതിൻ്റെ ആർജവും ആവേശവും ജീവിതകാലം മുഴുവൻ നിലനിർത്തിയ ചൈതന്യം. 1977 വിവാഹിതയായി വേച്ചാച്ചനുമൊത്ത് എറണാകുളത്ത് സ്ഥിരതാമസമാക്കുമ്പോഴും ബാങ്കിംഗ് മേഖലയിലെ തിരക്കൊന്നും കുടുംബജീവിതത്തെ അലങ്കോലപ്പെടുത്താൻ അശേഷം അനുവദിക്കാതിരുന്ന സഹൃദയ. വിശാലമായ സുഹൃത്ത് വലയത്തിൻ്റെ ഉടമ. ചടുലമായ ഇടപാടുകൾ കൊണ്ട് ഭവനാന്തരീക്ഷം സദാ ചൈതന്യവത്താക്കിയിരുന്ന ഗ്രഹനാഥ. 2020 ഫെബ്രുവരി 4 67-ാമത്തെ വയസ്സിൽ ആ ചൈതന്യം നിലച്ചപ്പോൾ
ഞങ്ങളുടെ ജീവിതത്തിലാകെ ഒരു കൊടും ശൂന്യത രൂപപ്പെട്ടു. പൊട്ടിച്ചിരിയുടെ നിത്യവസന്തം എന്നേക്കും പൊലിഞ്ഞു പോയെന്നോ, ആഹ്ലാദത്തിമിർപ്പിൻ്റെ അസുലഭ നിമിഷങ്ങൾ ഇല്ലാതായെന്നോ. എങ്കിലും ഞങ്ങൾ ആശ്വാസം കണ്ടെത്തിയത് ഒറ്റ കാര്യത്തിലാണ്. നിത്യതയുടെ അങ്ങേ തീരത്ത് സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു വലിയ സമൂഹത്തിലേക്കാണല്ലോ മോളി കൊച്ചമ്മ പോയതെന്ന്. അവിടെ കൊച്ചമ്മ ഏകയല്ലല്ലോ. റവറൻ PS ഫിലിപ്പ് സാർ, കുഞ്ഞുമോൻ ചായ, അച്ചാച്ചൻ, അപ്പച്ചൻ, തോന്നിയാമല മാവന്റെയും മാവിയുടെയും 7 മക്കളിൽ ഏറ്റവും മൂത്ത മകൻ. മനുഷ്യ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ആധ്യാത്മികതയുടെ അനന്ത സാധ്യതകളിലേക്ക് 1000-10,000ങ്ങളെ കൈപിടിച്ചുയർത്തിവിട്ട അപൂർവ സ്വാധീനം. 1947 തോന്നിയാമലയിൽ ജനിച്ചു. ബാല്യം മുതലേ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്ന അസാധാരണ യുവാവ്. ദൈവശാസ്ത്രത്തിലെ വിജ്ഞാനദാഹത്തിൽ PhD വരെ സ്വന്തം. ബൈബിൾ കോളേജ് അധ്യാപകൻ, പ്രിൻസിപ്പൽ, സഭയുടെ സൂപ്രണ്ട് എന്ന പരമോന്നത സ്ഥാനം. ചടുലമായ വാഗ്ധോരണിയിലൂടെ അനിർഗളമായി ഒഴുകുന്ന ദൈവവചനം ശ്രവിക്കാൻ ആകാംക്ഷയോടെ തടിച്ചുകൂടുന്ന ജനസഹസ്രങ്ങളുടെ രോമാഞ്ചം. വിശ്വപ്രസിദ്ധ കൺവെൻഷൻ പ്രസംഗകൻ. വാനോളം ഉയർന്നെങ്കിലും കുടുംബ ബന്ധങ്ങൾ അരക്കിട്ട് ഉറപ്പിച്ചിരുന്ന കൂടപ്പിറപ്പ്. സൗമ്യൻ, ശാന്തൻ, ലോകത്തിന്റെ തിന്മകൾ അശേഷം ഏശാത്ത വിശുദ്ധൻ. ലോകത്തിലെ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് 2021 ഡിസംബർ 11 74-ാമത്തെ വയസ്സിൽ വിട പറയുന്നതിന് തൊട്ടു മുമ്പ് കേൾവിക്കാരെ സ്തബ്ധരാക്കി പരിസരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ചെയ്ത അവസാന പ്രസംഗം കാലദേശഭാഷകളെ അതിജീവിച്ച് മനുഷ്യ മനസ്സുകളെ തരളിതമാക്കിക്കൊണ്ടിരിക്കും. ആ ശബ്ദം ഒരിക്കലും നിലയ്ക്കാതെ അന്തരീക്ഷത്തിൽ അനന്തമായി അലയടിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ആ ശബ്ദം ഒരിക്കൽ കൂടി ശ്രവിക്കാം. കാഹളനാദം പോലെ ഒരു ശബ്ദം കേട്ടു, ഇവിടെ കയറി വരിക. എത്ര ലക്ഷം, എത്ര ആയിരം കിലോമീറ്റർ ഉണ്ടെങ്കിലും കണ്ണിമയ്ക്കുന്നിടയിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്ന ഒരു ദിനം ഇന്ന് രാത്രി സംഭവിക്കുന്നുവെങ്കിൽ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ, ഒരുക്കപ്പെട്ടവർ കൈകളൊന്നടിച്ച് വായി തുറന്ന് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കണം. സമയം തീരാറായി. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് ബെല്ലടിച്ച് അധ്യാപകൻ പറഞ്ഞു, സമയം കഴിഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവര് മനസ്സിലാക്കണം, പാസ്റ്റർമാരെ, വിശ്വാസികളെ, ഈ ഭൂമിയിലെ സമയം കഴിഞ്ഞു. സ്വർഗകൂടാരത്തിലേക്ക് ചേർക്കപ്പെടാനുള്ള സമയം, സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയം. കാഹളം മുഴക്കായി. കർത്താവ് താൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ഇറങ്ങി വരുന്ന സമയത്ത് സകല വിശുദ്ധന്മാരും പറന്നുയരുന്ന ഒരു ദിനം ആസന്നമായതിനായി സ്തോത്രം. മോളിക്കുട്ടി, അന്നമ്മ മാത്യു, അമ്മച്ചി, ഉദിമൂട്ടിൽ തങ്കച്ചന്റെ സഹധർമ്മിണി, മൃദുഭാഷിണി, ശാന്തസ്വരൂപി. 1953 ജനിച്ചു. 1976 വിവാഹിതയായി തങ്കച്ചനോടൊപ്പം ബോംബെയിൽ ദീർഘവർഷങ്ങൾ താമസം. അനുഗ്രഹീത കുടുംബിനി, സ്നേഹനിധിയായ മാതാവ്, മാതൃകാധ്യാപിക, വീട്ടിലും നാട്ടിലും ബഹുമാന്യത, സദാ നറു പുഞ്ചിരി തൂകുന്ന പ്രസന്നവത, ലാളിത്യം മുഖമുദ്രയാക്കിയ സ്ത്രീരത്നം,
ദൈവഭക്തിയിൽ മുന്നേറാൻ കുടുംബത്തെ പ്രാപ്തമാക്കിയ ധന്യ ജീവിതം. രോഗക്കിടക്കയിലും നിരാശയാകാതെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശ നൽകിയ വിശ്വാസധീര. 2022 69-ാമത്തെ വയസ്സിൽ സൃഷ്ടിതാവിൻ്റെ മടിത്തട്ടിലേക്ക് പറന്നകന്നപ്പോൾ അവശേഷിപ്പിച്ചു പോയത് മായാത്ത സ്മരണകൾ, നിലയ്ക്കാത്ത ഹൃദയമിടിപ്പുകൾ. രോഗദുഃഖങ്ങളില്ലാത്ത നിത്യതയുടെ തീരത്ത് പ്രിയപ്പെട്ട മോളിക്കുട്ടി തൻ്റെ സ്വതസിദ്ധമായ മന്മസ്മിതത്തോടെ സന്തോഷിക്കുന്നു എന്ന വിശ്വാസമാണ് നമ്മുടെ ആശ്വാസം. തോമസ് ഡാനിയൽ, കുഞ്ഞുകുട്ടി, അച്ചായൻ, അപ്പച്ചൻ. ഉതുമൂട്ടിൽ തങ്കമ്മയുടെ ജീവിത പങ്കാളി. 1975 തങ്കമ്മയുമായുള്ള വിവാഹം. പൈതൃകം കാത്തുസൂക്ഷിച്ച് കുമ്പനാട് കുടുംബത്തിൽ താമസം. സന്തുഷ്ടമായ കുടുംബ ജീവിതം. സദാ നിഷ്കളങ്കമായ ചിരിയുടെ ഉടമയായ തങ്കമ്മയെപ്പോലെ നർമ്മബോധം നിറഞ്ഞു നിന്ന വ്യക്തിത്വം. വല്യുപ്പാപ്പൻ്റെ സന്തത സഹചാരി. കുടുംബ സദസ്സുകളിൽ നിറസാന്നിധ്യം. പരോപകാരി, സൗമ്യൻ, ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ തൽപരൻ. കിഴക്കേതിൽ വലിയ കുടുംബത്തിലെ ആദ്യത്തെ മരുമകനായി കടന്നു വന്നപ്പോൾ നിമിഷ നേരം കൊണ്ട് സകലരുമായി ഇഴുകിച്ചേർന്ന വിശാല മനസ്സ്. നർമ്മം പങ്കുവയ്ക്കാനും നർമ്മം ആസ്വദിക്കുവാനും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന സഹൃദയം. 2023 ജൂലൈ 7 77-ാമത്തെ വയസ്സിൽ നിത്യതയിൽ പ്രവേശിച്ചിട്ട് 1 വർഷം തികഞ്ഞിട്ടും കുഞ്ഞുകുട്ടി നമ്മെ വിട്ടുപിരിഞ്ഞെന്ന് മനസ്സ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതാണ് വ്യക്തിബന്ധങ്ങളുടെ അനശ്വരത, അതുല്യത.